എല്ലാവർക്കും ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിവിധ കൺഡ്യൂട്ട്സിനെയും ഇലക്ട്രിക്കൽ ആക്സസറികളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പോകുന്നു. ലക്ഷ്യം: വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയുന്നു ഇലക്ട്രിക്കൽ വയറിങ്ങിനുള്ള വിവിധ കൺഡ്യൂട്ട്സിനെ തിരിച്ചറിയുക. ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ തിരിച്ചറിയുക. ഇലക്ട്രിക്കൽ വയറിങ്ങിനുള്ള PVC കൺഡ്യൂട്ട്. PVC എന്നത് പോളിവിനൈൽ ക്ലോറൈഡ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ഇത് കെമിക്കൽ പ്രതിരോധശേഷിയുള്ള സിന്തറ്റിക് റെസിൻ ആണ്. ഒരു PVC ഇലക്ട്രിക്കൽ കൺഡ്യൂട്ട് സാധാരണയായി വെളുത്തതും ദൃഢമായതുമായ PVC ട്യൂബ് എന്നറിയപ്പെടുന്നു. പന്ത്രണ്ടടി നീളമുള്ള 19 mm, 25 mm, 32 mm, 40 mm, 50 mm, 63 mm വ്യാസമുള്ള PVC ഇലക്ട്രിക്കൽ പൈപ്പുകൾ ലഭ്യമാണ്. ഗാർഹിക വയറിംഗ് ആപ്ലിക്കേഷനുകൾക്കായി PVC കൺഡ്യൂട്ട്സ് കൂടുതലായി ഉപയോഗിക്കുന്നു. ഇലക്ട്രിക്കൽ വയറിങ്ങിനുള്ള GI കൺഡ്യൂട്ട്. ഗാൽവനൈസ്ഡ് അയൺ കൺഡ്യൂട്ട് എന്നും അറിയപ്പെടുന്ന GI കൺഡ്യൂട്ട് ഉയർന്ന നിലവാരമുള്ള ഗാൽവനൈസ്ഡ് കോൾഡ് റോൾഡ് സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് അയൺ കൺഡ്യൂട്ട്സും അവയുടെ അനുബന്ധ ഉപകരണങ്ങളും അഗ്നിസംരക്ഷണം നൽകുന്നു, കാരണം അവ ജ്വാല പ്രതിരോധിക്കുന്നു. പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ വിപുലീകരിക്കുന്നതിനോ വേണ്ടി ത്രെഡ് ഉപയോഗിച്ചാണ് GI ചാലകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 20 മില്ലിമീറ്ററും 25 മില്ലിമീറ്ററും 12 അടി നീളമുള്ള GI പൈപ്പുകളുടെ രണ്ട് വലിപ്പങ്ങളാണ്. വ്യാവസായിക വയറിംഗ്, തീരദേശ ലൈനുകൾ, കെമിക്കൽ, GID വ്യവസായങ്ങൾ എന്നിവയ്ക്കായി GI ചാലകങ്ങൾ ഉപയോഗിക്കുന്നു. കേസിംഗും ക്യാപ്പിംഗും. ഇന്നും ഉപയോഗത്തിലുള്ള ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായ വയറിംഗ് സംവിധാനങ്ങളിൽ ഒന്നാണ് കേസിംഗും ക്യാപ്പിംഗും. PVC ഇൻസുലേറ്റഡ് വയറുകൾ പ്ലാസ്റ്റിക് കവറുകളിൽ സ്ഥാപിക്കുകയും ഒരു ക്യാപ്പ് കൊണ്ട് മൂടുകയും ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയറിംഗ് രീതിയാണിത്. ഗാർഹിക വയറിംഗ്, വയർ വിതരണം, മറ്റ് വയറിംഗ് സംവിധാനങ്ങൾ, ഓഫീസുകൾ, കുറഞ്ഞ വോൾട്ടേജ് ഉപയോഗമുള്ള ഉപകരണങ്ങൾ എന്നിവയുടെ സംരക്ഷണം എന്നിവയ്ക്കായി കേസിംഗ് ക്യാപ്പിംഗ് സിസ്റ്റം പലപ്പോഴും ഉപയോഗിക്കുന്നു. കേസിംഗ് സാധാരണയായി ഒരു ചതുരാകൃതിയിലുള്ള സ്ട്രിപ്പാണ്. അതിൻ്റെ ചാനലും ക്യാപ്പും സാധാരണയായി ചാരനിറമോ വെള്ളയോ ആയിരിക്കും. സ്റ്റാൻഡേർഡ് കേസിൻ്റെയും ക്യാപ്പിൻ്റെയും നീളം 39.4 ഇഞ്ചാണ്. ഇത് 1.5 ഇഞ്ച് വീതിയിലും 0.8 ഇഞ്ച് കനത്തിലും വരുന്നു. കൺഡ്യൂട്ട് ആക്സസറികൾ. ജംഗ്ഷനുകൾ 1 വേ, 2 വേ, 3 വേ, 4 വേ എന്നിവയിൽ ലഭ്യമാണ്. ആവശ്യമുള്ളിടത്ത് വയർ റൂട്ടിംഗ് വിഭജിക്കാൻ ഉപയോഗിക്കുന്നു. 19 മില്ലിമീറ്ററും 25 മില്ലിമീറ്ററുമുള്ള PVC GI എന്നിവയിൽ ലഭ്യമാണ്. സീലിംഗ് റോസസ്. ടാപ്പിംഗ് നൽകാൻ സീലിംഗ് റോസസ് ഉപയോഗിക്കുന്നു. ഫാനുകൾ, പെൻഡന്റ് ഹോൾഡറുകൾ, ട്യൂബ് ലൈറ്റുകൾ മുതലായവയ്ക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നതിനുള്ള വയറിംഗിൽ നിന്നുള്ള പോയിന്റുകൾ സാധാരണയായി സീലിംഗ് റോസസിൽ നിന്ന് ടാപ്പ് ചെയ്യുന്നതിന് ഫ്ലെക്സിബിൾ വയറുകളാണ് ഉപയോഗിക്കുന്നത്. സർക്യൂട്ടിൽ ഇത് ഉപയോഗിക്കില്ല. ഇതിന്റെ വോൾട്ടേജ് സാധാരണയായി 250 വോൾട്ട് കവിയുന്നു. ടെംപ്ലർ സ്വിച്ച്. ഗാർഹിക ഇലക്ട്രിക്കൽ വയറിംഗിൽ ഉപയോഗിക്കുന്ന 5 ആംപിയർ കറണ്ട് റേറ്റിംഗ് സ്വിച്ചാണ് ഇത്. ഇത് ഉപരിതല സ്വിച്ച് എന്നും അറിയപ്പെടുന്നു. ഇതൊരു മരം ബോർഡിലോ വൃത്താകൃതിയിലുള്ള ബ്ലോക്കിലോ ഘടിപ്പിക്കാം. വിവിധ രൂപങ്ങളിലും ഡിസൈനുകളിലും ബാക്ക്ലൈറ്റ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലഷ് സ്വിച്ച്. ഈ സ്വിച്ചുകൾ മതിലുകളുമായി ഫ്ലഷ് ഉറപ്പിച്ചിരിക്കുന്നു. പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യരുത്. ഉയർന്ന നിലവാരമുള്ള പ്രകടനവും രൂപവും ആവശ്യമുള്ളിടത്ത് അത്തരം തരങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ പുതിയതായി പണിയുന്ന എല്ലാ വീട്ടിലും ഇത്തരത്തിലുള്ള സ്വിച്ചുകൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ഈ സ്വിച്ചുകളെ പിയാനോ ടൈപ്പ് സ്വിച്ചുകൾ എന്ന് വിളിക്കുന്നു. മേൽപ്പറഞ്ഞ എല്ലാ സ്വിച്ചുകളും 5 ആംപിയർ 250 വോൾട്ട്, 15 ആംപിയർ 250 വോൾട്ട് എന്നിവയ്ക്കായാണ് നിർമ്മിച്ചിരിക്കുന്നത്. നൈഫ് സ്വിച്ച്. നൈഫ് സ്വിച്ചിൽ ഒരു അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ബ്ലേഡുകൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഫോർക്ക് ടെർമിനലുകളിലേക്കോ അല്ലെങ്കിൽ മറ്റേ അറ്റത്ത് ജോയിലോ
സിംഗിൾ ത്രോ സ്വിച്ചുകളായോ ഡബിൾ ത്രോ സ്വിച്ചുകളായോ ഇവ ലഭ്യമാണ്. ഇവ ഇലക്ട്രോ പ്ലേറ്റിംഗ് ജോലികൾക്കായി ഉപയോഗിക്കുന്നു. ഇത് സിംഗിൾ ത്രോ അല്ലെങ്കിൽ ഡബിൾ ത്രോ തരത്തിലായിരിക്കും. ടോഗിൾ സ്വിച്ചുകൾ. പ്രൊജക്റ്റിംഗ് ലിവർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് സ്വിച്ചാണിത്. അത് മുകളിലേക്കും താഴേക്കും നീക്കാൻ കഴിയും. സ്നാപ്പ് സ്വിച്ചുകൾ എന്ന് വിളിക്കുന്നു. കറണ്ട് റേറ്റിംഗ് 3, 6, 10, 16, 20, 25 ആംപിയർ എന്നിവയാണ്. വോൾട്ടേജ് റേറ്റിംഗ് 125 വോൾട്ട്, 250 വോൾട്ട് AC. വലിപ്പം 8, 10, 12, 15 മുതലായവ. നോബ് ടൈപ്പ് ബ്രാസ്, പ്ലാസ്റ്റിക്, ഓവൽ, റൗണ്ട്, ഫ്ലാറ്റ് മുതലായവ. ഫാൻ റെഗുലേറ്റർ. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫാനിന്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു നിർണായക ഘടകമാണ് ഫാൻ റെഗുലേറ്റർ. മെയിൻ സ്വിച്ച്. ഒരു AC മെയിൻ സ്വിച്ചിന് കാസ്റ്റ് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കേസുണ്ട്. അതിനാലാണ് ഇതിനെ ഇരുമ്പ് പൊതിഞ്ഞ മെയിൻ സ്വിച്ച് എന്ന് വിളിക്കുന്നത്. പോർസലൈൻ ഫ്യൂസ് കട്ടൗട്ടുകൾ സ്വിച്ചിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സ്വിച്ചിന് പുറത്ത് ഒരു ഹാൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ചതുരാകൃതിയിലുള്ള ഒരു ബാക്ക്ലൈറ്റ് റോഡ് ഹാൻഡിലിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവ ഇനി പറയുന്ന തരങ്ങളാണ്. സിംഗിൾ ഫേസ് വിതരണ നിയന്ത്രണത്തിനായി ഒരു ICDP അയൺ ക്ലാഡ് ഡബിൾ പോൾ മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നു. 15 ആംപ്സ്, 30 ആംപ്സ്, 60 ആംപ്സ്, 100 ആംപ്സ്, 250 വോൾട്ട് എന്നിവയ്ക്ക്. ICTP അയൺ ക്ലാഡ് ട്രിപ്പിൾ പോൾ മെയിൻ സ്വിച്ച് 3 ഫേസ് സപ്ലൈ കൺട്രോളിനായി ഉപയോഗിക്കുന്നു. ഇത് 15 നിർമ്മിച്ചതാണ്. 30 ആംപ്സ്, 15 ആംപ്സ്, 30 ആംപ്സ്, 60 ആംപ്സ്, 100 ആംപ്സ്, 150 ആംപ്സ്, 200 ആംപ്സ് കൂടാതെ 500 വോൾട്ട്സ് 3 ഫേസ് 4 വയർ മെയിൻ സ്വിച്ചുകളും ലഭ്യമാണ്. ന്യൂട്രലിൽ 4ാമത്തെ വയർലിംഗ് ഉപയോഗിക്കുന്നു. ഔട്ട്ലെറ്റ് ആക്സസറികൾ. ടേബിൾ ഫാനുകൾ, ടിവികൾ, ഇലക്ട്രിക് അയണുകൾ തുടങ്ങിയ പോർട്ടബിൾ വീട്ടുപകരണങ്ങൾക്കായി വിതരണം ചെയ്യാൻ ഈ ആക്സസറികൾ ഉപയോഗിക്കുന്നു. സ്റ്റാൻഡേർഡ് റേറ്റിംഗുകൾ 6, 16, 32 ആംപിയറുകളും 240 വോൾട്ടുകളും ആയിരിക്കണം. 2-പിൻ സോക്കറ്റ്. ഈ സോക്കറ്റിന് 6 ആംപിയർ, 250 വോൾട്ട് എന്നിങ്ങനെ റേറ്റ് ചെയ്തിരിക്കുന്നു. കൂടാതെ എർത്ത് കണക്ഷൻ ഇല്ലാതെ 2 പിന്നുകൾ മാത്രമാണുള്ളത്. ഇരട്ട ഇൻസുലേറ്റഡ് വീട്ടുപകരണങ്ങൾക്ക് PVC അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ഉള്ളവ മാത്രമേ ഇവ അനുയോജ്യകരമാകൂ. 3-പിൻ സോക്കറ്റ്. ഇത്തരത്തിലുള്ള സോക്കറ്റ് ലൈറ്റ് പവർ സർക്യൂട്ടുകൾക്ക് അനുയോജ്യമാണ്. ഈ സോക്കറ്റുകൾ 250 വോൾട്ടിൽ 6 ആംപിയർ അല്ലെങ്കിൽ 250 വോൾട്ടിൽ 16 ആംപിയർ റേറ്റ് ചെയ്തിരിക്കുന്നു. അവ ഉപരിതല മൗണ്ടിംഗ് തരത്തിലോ ഫ്ലഷ് തരത്തിലോ ലഭ്യമാണ്. 3 ടെർമിനലുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ലൈൻ L, ന്യൂട്രൽ N, എർത്ത് E എന്നിങ്ങനെ. 2-പിൻ പ്ലഗ് ടോപ്പ്. സോക്കറ്റിൽ നിന്ന് സപ്ലൈ എടുക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിന് ഒരേ വലിപ്പത്തിലുള്ള 2 പിന്നുകളുണ്ട്. 3-പിൻ പ്ലഗ് ടോപ്പ്. 3-പിൻ പ്ലഗ് ടോപ്പ് സോക്കറ്റിൽ നിന്ന് സപ്ലൈ എടുക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിന് 3 പിന്നുകളുണ്ട്. 2 വലിപ്പത്തിൽ സമാനമാണ്. 3ാമത്തേത് വലുതും നീളമുള്ളതുമാണ്. ഇത് എർത്തിന് വേണ്ടിയുള്ളതാണ്. ഇവയും 6 ആംപിയർ 250 വോൾട്ട് അല്ലെങ്കിൽ 16 ആംപിയർ 250 വോൾട്ട് എന്നിങ്ങനെ റേറ്റ് ചെയ്തിരിക്കുന്നു. ഇവ ബാക്ക് ലൈറ്റ് PVC മെറ്റീരിയലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലാമ്പ് ഹോൾഡേഴ്സ്. ലാമ്പ് ഹോൾഡർ ലാമ്പ് ഹോൾഡ് ചെയ്യാനായി ഉപയോഗിക്കുന്നു. നേരത്തെ ബ്രാസ് ഹോൾഡറുകൾ ഏറ്റവും സാധാരണയായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇക്കാലത്ത് ഇവയ്ക്ക് പകരം ബാക്ക് ലൈറ്റ് ഹോൾഡറുകൾ വന്നിട്ടുണ്ട്. ഇവയിൽ സോളിഡ് അല്ലെങ്കിൽ പൊള്ളയായ സ്പ്രിംഗ് കോണ്ടാക്റ്റഡ് ടെർമിനലുകൾ അടങ്ങിയിരിക്കാം. ഫ്യൂസുകൾ. ഒരു ഫ്യൂസ് ഒരു സുരക്ഷാ അനുബന്ധമാണ്. അത് സർക്യൂട്ടുമായി പരമ്പരയിൽ ബന്ധിപ്പിച്ച് അധിക കറണ്ട് ഒഴുകുമ്പോൾ വൈദ്യുത ഉപകരണങ്ങളും കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വിവിധതരം ഫ്യൂസുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.